നമ്മുടെയൊക്കെ ലൈഫിൽ വളരെ ക്യൂട്ടായിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ടാവാം അല്ലേ? അങ്ങനെയുള്ളൊരു മൊമെൻറ്റിലാണ് ഇപ്പം ഞാനുള്ളത്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റിലും ഒക്കെയാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരനെ നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷം കുറച്ച് കാലത്തിന് ശേഷം കാണുമ്പോഴുള്ള ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ കാത്തിരുന്ന് കാണുമ്പോൾ, അതും നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നോട്ടി ക്യൂട്ടി പൈസ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ഫീലിങ് അതൊന്ന് വേറെ തന്നെയാണ്. അതും ആഫ്റ്റർ എ ലോങ് ബ്രേക്ക്. സോ ഞാനിപ്പോൾ പോകുന്നത് UAE-യിലേക്കാണ്. ദോഹ ടു ഷാർജ എയർ അറേബ്യ ഫ്ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാത്തിരുന്ന് മുഷിയേണ്ട ആവശ്യമൊന്നുമില്ല. 1 hour നമ്മളങ്ങോട്ട് എത്തും. പിന്നെ ട്രാവലിങ് രാവിലെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഒരു കുഴപ്പമില്ല, നല്ലൊരു അടിപൊളി സാൻഡ്വിച്ച് കിട്ടി. കൂടെ ഒരു ക്യാപ്പിച്ചിനും കൂടി കിട്ടിയപ്പോൾ കുശാലായി, വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇത് UAE-യിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ വളരെ സേഫായിട്ട് തന്നെ നമ്മൾ ഷാർജ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടാ, അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള എയറോ ബ്രിഡ്ജൊക്കെ റെഡിമണി സെറ്റായിട്ടുണ്ട്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പീക്കിൽ നിൽക്കണോണ്ടാണോന്ന് അറിയില്ല, എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ ഇതാ ടാക്സിക്ക് വിളിച്ചിട്ട് ഞാൻ റൂമിലേക്ക് പോവുകയാണ്. ഷാർജ നെഹ്ദയിലാണ് കേട്ടോ അവർ താമസിക്കുന്നത്. ഇനി അവരാരാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ? എൻ്റെ പുന്നാര അങ്ങനെയും ഫാമിലിയാണ് കേട്ടോ. ഓ മൈ ഗോഡ്, ഫൈനലി ഞാൻ ഫ്ലാറ്റിലെത്തി. ഇനി പതുക്കനെ നമുക്ക് വാതിൽ തുറക്കാം. സത്യം പറഞ്ഞാൽ മോൻ ഇത്ര എക്സൈറ്റഡ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഏകദേശം 3 years മേലായി ഞാൻ അവരെ കണ്ടിട്ട്. അവൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന്, സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടവും സന്തോഷമൊക്കെ കൂടിയിട്ടുള്ള ഒരു മൊമെൻ്റ് തന്നെയായിരുന്നു അത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ.